നമസ്കാരം. ജനമുഖൻ TV വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 മെയ് 5 മുതൽ 11 വരെയുള്ള ഫലങ്ങൾ പ്രതിപാദിക്കുന്നു. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ 1-ാം പാദം ചേർന്നിട്ടുള്ള മേടക്കൂറ്. ജോലിക്കാര്യങ്ങളിൽ നേട്ടം കൈവരിക്കും. വരുമാന വർധന ഉണ്ടാകും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. രോഗാരിഷ്ടതകളിൽ നിന്ന് മോചനം ലഭിക്കും. ദുരിതങ്ങളെ അകറ്റുവാൻ ശിവക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും യഥാശക്തി വഴിപാടുകൾ നടത്തുക. കാർത്തിക നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളും രോഹിണിയുടെ 1, 2 പാദവും മകേരത്തിൻ്റെ 1, 2 പാദങ്ങളും ചേർന്നിട്ടുള്ള ഇടവക്കൂറ്. ചെലവ് നിയന്ത്രിക്കണം. സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത കാണിക്കണം. ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥനകൾ വേണ്ടിവരും. ഗൃഹത്തിൽ മംഗളകാര്യങ്ങൾ നടക്കാനായിട്ടുള്ള സാധ്യതയും കാണുന്നു. നല്ല പ്രവൃത്തികൾക്കൊന്നും യഥാശക്തി ഫലം ലഭിക്കാതെയും വരാം. ഭഗവതി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തിയാൽ ദുരിതങ്ങളെ ദൂരീകരിക്കാൻ സാധിക്കും. മകേരം നക്ഷത്രത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണർത്തിൻ്റെ 1, 2, 3 പാദങ്ങളും ചേർന്നിട്ടുള്ള മിഥുനക്കൂറ്. ജനവിരോധം, അർത്ഥനാശം എന്നിവയാൽ അപജയം ഉണ്ടാകാം. ശാരീരികമായി അസ്വാസ്ഥ്യതകൾ ഉണ്ടാകാം. ജോലിയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങളും ഉണ്ടാകാം. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടിയും വരും. ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചാൽ ദോഷങ്ങളെ ദൂരീകരിക്കാൻ സാധിക്കും. പുണർതം നക്ഷത്രത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും ചേർന്നിട്ടുള്ള കർക്കിടകക്കൂറ്. അപ്രതീക്ഷിതമായി സ്ഥാനനഷ്ടം സംഭവിക്കാം. പരദൂഷണം, അപകീർത്തി എന്നിവയാലുള്ള ദുരിതങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. കൃഷി, ബിസിനസ് എന്നിവയിൽ നേട്ടം കൈവരിക്കാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽപരമായ കാര്യങ്ങൾക്കായി ദൂരദേശയാത്രയ്ക്ക് സാധ്യതയും കാണുന്നു. കാര്യഗ്രഹണശേഷിയും വർദ്ധിക്കും. ദുരിതങ്ങളെ ദൂരീകരിക്കാൻ ധർമ്മശാസ്ത്ര പ്രീതി വരുത്തുന്നത് നന്നായിരിക്കും. മകനക്ഷത്രവും പൂരവും ഉത്തര നക്ഷത്രത്തിൻ്റെ 1-ാം പാദവും ചേർന്നിട്ടുള്ള ചിങ്ങക്കൂറ്. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കും. ഈശ്വരാനുഗ്രഹം കൊണ്ട് തടസ്സങ്ങളെ മറികടക്കാൻ സാധിക്കും. ചെലവ് വർദ്ധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബന്ധുമിത്രാദികളുടെ വിയോഗം, ധനനാശം എന്നിവയ്ക്കുള്ള സാധ്യതയുമുണ്ട്. ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുകയും സർപ്പദൈവങ്ങളെ പ്രീതി വരുത്തുകയും ചെയ്താൽ ഉണ്ടാകുന്ന കാലദോഷങ്ങളെ പരിഹരിക്കാൻ സാധിക്കും. ഉത്തര നക്ഷത്രത്തിൻ്റെ 2 മുതൽ 4 വരെയുള്ള പാദങ്ങളും അത്തം നക്ഷത്രവും ചിത്രയുടെ 1, 2 പാദങ്ങളും ചേർന്നിട്ടുള്ള ചിങ്ങക്കൂറ്. ജോലിയിൽ ഉയർന്ന സ്ഥാനലബ്ധി ഉണ്ടാകാം. സന്താന സൗഭാഗ്യം എന്നിവയ്ക്കുള്ള സാധ്യതയുണ്ട്. ഏറെ നാളുകളായി ആഗ്രഹിക്കുന്ന പല പദ്ധതികളും പൂർത്തിയാക്കാനുള്ള വഴി തുറന്നു കിട്ടും. വരുമാനം വർദ്ധിക്കും. ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ ദുരിതങ്ങളെ ദൂരീകരിക്കാൻ സാധിക്കും. ചിത്തിര നക്ഷത്രത്തിൻ്റെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങളും ചേർന്നിട്ടുള്ള തുലാക്കൂറ്. ആരോഗ്യക്കുറവ് ഉണ്ടാകാം. ഭയം, ആശങ്ക, ശത്രുഭയം എന്നിവ പ്രതീക്ഷിക്കാം. കുടുംബകാര്യങ്ങളിൽ അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും. പൂർവികമായിട്ടുള്ള സ്വത്ത് കൈവരിക്കാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. ദുർഗാദേവി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തിയാൽ ഉണ്ടാകുന്ന കാലദോഷങ്ങളെ പരിഹരിക്കാൻ സാധിക്കും. വിശാഖ നക്ഷത്രത്തിൻ്റെ 4-ാം പാദവും അനിഴവും തൃക്കേട്ടയും ചേർന്നിട്ടുള്ള വൃശ്ചികക്കൂറ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ സംഭവിക്കാം. വരുമാന വർധനയ്ക്കുള്ള പുതിയ വഴികൾ തേടും. സ്ഥാനഭ്രംശം ഉണ്ടാകാം. ഉദരരോഗത്തിനുള്ള സാധ്യതയുണ്ട്. ബന്ധുക്കളെ പറ്റിയുള്ള ദുഃഖങ്ങളുണ്ടാകാം. അധികാരികളിൽ നിന്ന് അംഗീകാരവും ലഭിക്കും. ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തിയാൽ നന്നായിരിക്കും. മൂലം നക്ഷത്രവും പൂരാടവും ഉത്രാടത്തിൻ്റെ 1-ാം പാദവും ചേർന്നിട്ടുള്ള ധനുക്കൂറ്. ഉചിതമല്ലാത്ത ചിന്തകളും പുത്രദുഃഖവും കലഹവും ശ്രദ്ധിക്കണം. ബന്ധുക്കളിൽ നിന്നും കഷ്ടതകൾ, പരദൂഷണം, സഹോദരങ്ങളിൽ നിന്നും അസ്വാരസ്യം തുടങ്ങിയവയ്ക്കുള്ള സാധ്യതയുണ്ട്. അതുപോലെ കുടുംബത്തിൽ സ്വസ്ഥത കൈവരിക്കാൻ ഉള്ള സാധ്യതയുമുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്യും. ദേവീ ക്ഷേത്രത്തിലും സർപ്പപ്രീതി വരുത്തുകയും ചെയ്താൽ ദുരിതങ്ങളെ പരിഹരിക്കാൻ സാധിക്കും. ഉത്രാട നക്ഷത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും ഔട്ടത്തിൻ്റെ 1, 2 പാദങ്ങളും ചേർന്നിട്ടുള്ള മകരക്കൂറ്. കൂട്ടുകെട്ട് മുഖേന ദുഃഖമുണ്ടാകാം. വളർത്തു മൃഗങ്ങൾക്ക് നാശം സംഭവിക്കാം. ജോലിയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. അനുകൂലമായിട്ടുള്ള പലതരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടാകും. ചെലവ് വർദ്ധിക്കാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. പ്രവർത്തന രംഗത്ത് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം. മഹാവിഷ്ണുവിനും ശിവക്ഷേത്രത്തിലും യഥാശക്തി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചാൽ ദുരിതങ്ങളെ പരിഹരിക്കാനായിട്ട് സാധിക്കും. അവിട്ട നക്ഷത്രത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയും പൂരിട്ടാതിയുടെ 1, 2, 3 പാദങ്ങളും ചേർന്നിട്ടുള്ള കുംഭക്കൂറ്. സ്ഥാനഭ്രംശവും ഇഷ്ടജനങ്ങളുടെ വേർപാടും ഉണ്ടാകാം. കാര്യ തടസ്സം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാം. ധാരാളം യാത്രകൾ വേണ്ടിവരാം. ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്യും. അയ്യപ്പനും
നവഗ്രഹങ്ങൾക്കും യഥാശക്തി വഴിപാടുകൾ നടത്തിയാൽ നന്നായിരിക്കും. പൂരിട്ടാതിയുടെ 4-ാം പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്നിട്ടുള്ള മീനക്കൂറ്. സാമ്പത്തിക കാര്യങ്ങളിൽ നിയന്ത്രണം വേണം. ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥിരമായ ജോലിക്കുള്ള സാഹചര്യമുണ്ടാകാം. പ്രധാനപ്പെട്ട വിശിഷ്ടങ്ങളായ ദേവാലയ ദർശനത്തിനുള്ള യോഗവുമുണ്ട്. സ്ഥലം വാങ്ങൽ, വീട് പണി തുടങ്ങിയ ആഗ്രഹങ്ങൾ സാധിക്കും. മറ്റുള്ളവരുടെ ചതിയിലൂടെ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനും വേണ്ടി ശ്രദ്ധിക്കണം. രോഗദുരിതങ്ങൾക്കുള്ള സാധ്യതയും കാണും. ദേവീ ക്ഷേത്രത്തിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ യഥാശക്തികൾ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിച്ചാൽ ഉണ്ടാകുന്ന ദുരിതങ്ങളെ പരിഹരിക്കുവാനായിട്ട് സാധിക്കും. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ആഴ്ച നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.